ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് തിയേറ്ററിൽ 8 നില ഒട്ടേ ആമസോൺ പ്രൈം വീഡിയോയിൽ OTT റിലീസ് ചെയ്ത സിനിമ ഘാട്ടി, അനുഷ്ക ഷെട്ടി. ഘാട്ടി റിവ്യൂലോട്ടാണ്. ഡയറക്ടർ ക്രിഷ് ജഗന്നാഥ പുരി. ടോട്ടലി പറയുവാണെങ്കിൽ നല്ല ഒന്നാം തരം വെറുപ്പിക്കൽ. അതാണ് എടുത്ത വായിൽ എനിക്ക് പറയാനുള്ളത്. എന്ത് ഊളത്തരവാണ് എടുത്തു വെച്ചതെന്ന് തന്നെ. അതിൻ്റെ ഡയറക്ടറെ നിങ്ങൾ ഓർക്കണം, ഹര വീരമല്ലു എടുത്ത ഡയറക്ടറാണ്. അപ്പോഴതിൻ്റെ നിലവാരം നിങ്ങൾ ഊഹിച്ചോ എങ്ങനെയൊക്കെ കാണിച്ചു വെക്കുന്നതെന്ന്. എൻ്റെ ആക്ട്രസ്സായിട്ട് സ്റ്റാറിംഗ് ആയിട്ട് വന്നത് അനുഷ്ക ഷെട്ടിയും വിക്രം പ്രഭു. തമിഴിലെ വിക്രം പ്രഭു. കുറേ നാളുകൊണ്ട് പടമൊന്നും കിട്ടാതിരുന്നിട്ട് പോയി തലവെച്ച് കൊടുത്ത് അപരാധം തോന്നുന്നു. പോയി തലവെച്ച് കൊടുത്ത് ഗുണമൊന്നുമില്ല. വിക്രം പ്രഭുവിനെ കൊണ്ട് ഗുണമൊന്നുമില്ല. പടവും കൊണ്ടേ ഗുണമില്ല. ഞാൻ ടോട്ടലി പറയാം. റിവ്യൂലോട്ട് പോകുന്നതിന് മുമ്പ്, ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂലോട്ട് പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ അനുഷ്ക ഷെട്ടിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാവേ. ഇവരെ ഞാൻ ആദ്യം കാണുന്നതെന്ന് പറഞ്ഞാൽ വേട്ടക്കാരനകത്തൂടാണേ. 2009 ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. അപ്പം ഈ വേട്ടക്കാരൻ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർക്ക് പുതിയൊരു ആക്ട്രസ്സാണ് എന്നുവെച്ചാൽ അറിയപ്പെടുന്നത്. ഞാൻ ശ്രദ്ധിക്കുന്ന ആ പടത്തിൽ കൂടെ നേരത്തെ ഇവർ പടം ചെയ്തിട്ടുണ്ട്. അടുത്ത സമയത്ത് കണ്ട് ആ സമയത്ത് വന്നിട്ടുള്ളത്. അപ്പം വിജയുടെ ആക്ട്രസ്സായിട്ട്, വിജയ് അന്ന് പുതിയ ആക്ട്രസ്മാരൊക്കെ എല്ലാം വിജയ്ക്ക് ആക്ട്രസ്സായിട്ട് കിട്ടും. അങ്ങനെ വന്നെയാണ് അനുഷ്ക ഷെട്ടി. അപ്പോൾ നോക്കിയപ്പം പാട്ടിനകത്തൊക്കെ നോക്കിയപ്പോൾ ഇവരെ പുതിയൊരു ആക്ട്രസ് ഞാൻ കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ ഇവരെ കാണാൻ വേണ്ടി സിനിമ തിയേറ്ററിൽ കണ്ടില്ല. അന്ന് അല്ല, ഞാൻ പറയാം, എൻ്റെ കൂട്ടുകാരന്മാർ ഇവർ അന്ന് ഇതിൻ്റെ വ്യാജ CD കിട്ടിയായിരുന്നു, വേട്ടക്കാരൻ്റെ. അത് എടുത്തുകൊണ്ട് വന്ന് ഒരു വീട്ടിൽ ഇട്ടാണ് വിജയ് കാണാനല്ല, അനുഷ്ക ഷെട്ടി കാണാൻ. അപ്പോൾ ഒരു ക്രഷ്, അവരെ കാണുമ്പോഴേ ഒരു ക്രഷ് എല്ലാവർക്കും തോന്നി ആ സമയത്തൊക്കെ. അപ്പോൾ അത്യാവശ്യം നല്ല ഗ്ലാമർ റോളും എല്ലാം ചെയ്യുന്ന ഒരു ആക്ട്രസും കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഇവരെ കാണാൻ വേണ്ടി ഒന്ന് വ്യാജ CD ഇട്ട് കണ്ട് അന്നേരമാണ് ഇവരെ ശ്രദ്ധിക്കുന്നത്, അതായത് അനുഷ്ക ഷെട്ടിയെ. പിന്നെ തമന്ന വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ. ഇവരുടെയൊക്കെ സമയം എന്ന് പറഞ്ഞാൽ 2 വർഷത്തേ ഉള്ളായിരുന്നു. 2 വർഷം കഴിഞ്ഞിട്ട് സമന്ത ചേച്ചിയുടെ അരങ്ങേറ്റത്തോടെ ഇവരുടെയൊക്കെ ഗ്രാഫ് താഴോട്ടായിരുന്നു. അതൊരു സത്യം തന്നെ. അപ്പം ഇതാണ് അനുഷ്ക ഷെട്ടിയെ പറ്റി പറയാനുള്ളത്. ഇവർ ആ സമയത്ത് നല്ല അരുന്ധതി എന്ന് പറഞ്ഞൊരു പടം ഇവരുടെ മാത്രം റോളായിട്ട് എടുത്ത് ഇവർ ചെയ്യുമായിരുന്നു. ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർക്ക് ഒരു മാറ്റമില്ല. സ്ഥിരം ആ പരിപാടിയാണ് പുള്ളിക്കാരി ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം. അതുപോലെ ആ പാറ്റേൺ പിടിച്ച്, അരുന്ധതിയുടെ ആ പാറ്റേൺ പിടിച്ച് കുറേ പടങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെ കുറേ ഫ്ലോപ്പായിരുന്നു. ആരും ആണുങ്ങളുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ പടങ്ങൾ ഇവർ ചെയ്യുന്നത് കുറവായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കും. ഇപ്പം ഈ ഒരു പടം ഘാട്ടിയിലോട്ട് വന്നാലും ഇതിൻ്റെ ഒരു, അതായത് അരുന്ധതി ആ ഒരു പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടിയാണ് ഇവർ ചെയ്തു വെച്ചേക്കുന്നത്. പക്ഷേ ഇവരുടെ പ്രായം, ഇവർക്ക് വയ്യ. ഒന്നാമത്തെ കാര്യം, ഇവർ ചെയ്യുന്നത്, ഇവർ നല്ല റോള് ചെയ്യുമായിരിക്കും. ഇവർ നല്ലൊരു സൈസൊക്കെ ഉള്ളത്. വേട്ടക്കാരനകത്ത് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. വേട്ടക്കാരനകത്തൊക്കെ വിജയ് ചെറുതായിട്ട് തോന്നും ഇവരുടെ അടുത്ത് നിൽക്കുമ്പോൾ. അപ്പോൾ അതേപോലെ ഒരു സൈസൊക്കെ ഉള്ള ഒരു ആക്ട്രസ്സാണ്. പക്ഷേ ഇതിനകത്തോട്ട് വന്ന് ഇവർക്ക് വയ്യാത്ത ഇവരെ കൊണ്ടുവന്നിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. അതാണ് എനിക്ക് ഈ പടം കണ്ടിട്ട് തോന്നിയത്. പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഘാട്ടി ഒരു താഴ്വാരത്തിലൊക്കെ ജീവിക്കുന്ന കുറച്ച് ആൾക്കാർ, ഇവരെ കൊണ്ട് കഞ്ചാവുകൾ, ഇതിൻ്റെ ഡയറക്ടറും കഞ്ചാവ് അടിച്ചിട്ടാണ് ഈ പടം എടുത്തു വെച്ചേക്കെന്ന് തോന്നുന്നു, ക്രിഷ് ജഗന്നാഥ പുരി. അപ്പോൾ ഇയാൾ ഇതേപോലെ കഞ്ചാവ് എടുത്തുകൊണ്ട് വന്ന് ഒരു താഴ്വാരത്തിന് മേളിൽ കൊടുക്കണം, ഇവർക്ക് ക്യാഷ് കിട്ടണം. ഇതാണ് ഇവരുടെ ഒരു പ്ലോട്ടായിട്ട് എടുത്തേക്കുന്നത്. പിന്നെ ഇതിനകത്ത് പോലീസ് ഇപ്പം പിടിക്കണമല്ലോ, ഒരു കഥ മുന്നോട്ട് പോകുമ്പോൾ പിടിക്കണമല്ലോ. അങ്ങനെ ഒരു കിഴങ്ങേശ്വരൻ പോലീസുണ്ട്. അതാണ് ജഗപതി ബാബു. പുള്ളി കമ്മീഷണറാണ്. എന്തിനാണ് എടുത്തിട്ടേന്ന് അറിയത്തില്ല. പടം തുടങ്ങുമ്പോൾ ഇയാളെ കാണിച്ചോണ്ടാണ് പടം തുടങ്ങുന്നത്. പടം അവസാനിക്കുന്നത് ഇയാളെ കാണിച്ചപ്പോഴാണ് പടം അവസാനിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇയാൾ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് എനിക്കും അറിയത്തില്ല. ഓരോ വീട്ടിൽ പോയി ചോറ് ഭക്ഷണം എടുത്ത് കഴിക്കുക. ഇതൊക്കെയാണ് ഈ പുള്ളിക്കാരുടെ ജോലി എന്ന് പറഞ്ഞാൽ. പിന്നെ ഈ വിക്രം പ്രഭുവിനെ കൊണ്ട് ഗുണമൊന്നുമില്ല. വിക്രം പ്രഭു ഇത് എന്താ വെച്ചാൽ ഇയാളുടെ മാമയാണ്, അനുഷ്ക ഷെട്ടിയുടെ മാമപ്പണി ചെയ്യുന്നില്ല, ആ മാമയല്ല, മാമ. അപ്പോൾ അങ്ങനെ മാമയാണെങ്കിൽ കൊല്ലും, വില്ലന്മാർ കൊല്ലും. അത് അനുഷ്ക ഷെട്ടിയെ മുന്നിൽ നിർത്തി റേപ്പ് ചെയ്യിപ്പിച്ചിട്ട് വിക്രം പ്രഭുവിനെ ഞാൻ കൊല്ലുമ്പം ഈ അനുഷ്ക ഷെട്ടി അടങ്ങിയിരിക്കുമോ? ഇതാണ് ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫിലോട്ട് പോകുമ്പോൾ അനുഷ്ക ഷെട്ടിയുടെ എന്തൊക്കെയോ കാണിച്ചു വെക്കുക. അതാണ് സെക്കൻഡ് ഹാഫ്. എന്തൊക്കെയോ കാണിച്ചു വെക്കുക. എന്തുവാന്ന് എനിക്കും അറിയത്തില്ല. ഫൈറ്റാന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ കുറ്റിപ്പിടിയാന്ന് തോന്നുന്നു, എന്തൊക്കെയോ കാണിച്ചു വെക്കുക. എന്നുവെച്ചാൽ ഈ ബാലയ്ക്ക് പോലും പറ്റാത്ത, അതായത് രജനീകാന്തിന് പോലും പറ്റാത്ത എന്തൊക്കെയോ കാണിച്ചു വെക്കുന്നുണ്ട്. എന്തുവാന്ന് എനിക്കും അറിയത്തില്ല. പിന്നെ ഇതിനകത്ത് എടുത്ത് പറയേണ്ട പടവേ മിസ്റ്റേക്ക്. ഈ മിസ്റ്റേക്കിൻ്റെ അടുത്ത് വേറൊരു മിസ്റ്റേക്ക്, അതാണ് കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഒരു ചേസിങ് സീനാണ്. ചേസിങ് സീനിൻ്റെ പുറകിൽ ഒരു ജീപ്പിനകത്ത് ഈ സൈഡിൽ അനുഷ്ക ഷെട്ടി ഇരിക്കുവാണേ. ഷെട്ടി ഇരിക്കുമ്പം
പുറമോട്ട് നോക്കിക്കൊണ്ട് ഓടിക്കുന്നത്. അപ്പം ഈ ആൾ പെട്ടെന്ന് മാറും. അതിനെ ഡൂപ്പ് കയറ്റിയാണ്. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം വീഡിയോ, നിങ്ങളിപ്പോൾ നോക്കിയാൽ മതി. ഇതിനകത്ത് രണ്ടാമത് കാണിച്ചേക്കുന്ന ആ ഫോട്ടോ നോക്കിയാൽ മതി. അതിനകത്ത് എന്തുവാ അനുഷ്ക ഷെട്ടിയുടെ സ്ഥാനത്തിരിക്കുന്ന ആരാന്ന് നോക്കിയത്, ഏതൊരു ഡൂപ്പിനെ കയറ്റി അവിടെ എടുത്ത് വെച്ചേക്കും. പ്രതികാരം ചെയ്യുന്നതാണ് കഥ. എല്ലാവരെയും വെട്ടിക്കൊല്ലുന്ന എന്തൊക്കെ വെട്ടെന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുക. എന്തിനാ വെട്ടുന്നതെന്ന് ചുമ്മാ എന്തൊക്കെയോ വെട്ടുക. വയലൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുക. അങ്ങനെ കൂട്ടി അവസാനം പടം തീരുന്നുണ്ട്. അവസാനം ജഗപതി ബാബു അവസാനം ആദ്യമേ കാണിക്കുന്ന ജഗപതി ബാബു അവസാനം കാണിക്കുന്നുണ്ട് ഹീസ് ലെജൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഹീസ് ക്രിമിനൽ ആൻഡ് ഹീസ് ലെജൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പടം അവസാനിക്കുന്നുണ്ട്. ഇത്രയാണ് എടുത്തു വെച്ചേക്കുന്ന കോപ്രായങ്ങൾ. എന്തൊക്കെയാണെന്ന് എനിക്കും അറിയത്തില്ല. ഇതെന്തിനാ ഞാൻ കണ്ടതെന്നും എനിക്ക് ഇപ്പം പടം കണ്ടിട്ട് തോന്നിപ്പോയി. അനുഷ്ക ഷെട്ടിക്ക് വയ്യ എന്ന് പറഞ്ഞാൽ അവർക്ക് ചെയ്യാവുന്ന റോളെന്ന് പറഞ്ഞാൽ അവരിപ്പോഴും പഴയ അവരെ ഒന്ന് ക്ലിക്കാക്കിയ ആ ഒരു തീപും പിടിച്ചോണ്ട് ഇപ്പോഴും വരുന്നത്. അവർക്ക് ഈ റോളിനി ഇറക്കിയത്തുമില്ല. കാരണം അവർക്ക് അവരുടെ ഫിസിക്ക് ഉണ്ടെങ്കിലും അവരുടെ ആ ശരീരത്തിൻ്റെ ഇത് വെച്ച് ഇനിയും പറ്റത്തൊന്നുമില്ല. ഇനിയെങ്കിലും മാറ്റിയെങ്കിലും പിടിക്കുക. ഒരു വെച്ചാൽ ടോട്ടലി വേസ്റ്റ് പടം. ഒരു 2.5 മണിക്കൂറുണ്ട്. കണ്ടിട്ടും കൊണ്ട് തീരുന്നില്ല. അതാണ് ഈ പടത്തിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത്. കണ്ടിട്ടും കൊണ്ട് തീരുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.